വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വരുന്നത് ആമസോൺ ഫാഷൻ ഹോളാണ്. ഇന്ന് ഞാൻ കുർത്ത സെറ്റ്സ്, സ്കേർട്ട്, ടോപ്സ് ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ പേര് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ട് സൈഡിൽ നിന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ഫസ്റ്റ് വരുന്നത് മാക്സിൻ്റെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കേർട്ടാട്ടോ. ഇതിലാണെങ്കിൽ ഇതൊരു ഷെഫ്ലി മോഡലാട്ടോ. അപ്പോൾ ഇതിലാണെങ്കിൽ എംബ്രോയ്ഡറി ഉണ്ട്, ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. പിന്നെ ഇതിനാണെങ്കിൽ ലൈനിങ്ങും വരുന്നുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കേർട്ടാണ്. പിന്നെ ബാക്കിലാണ് എലാസ്റ്റിക്. നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. ഞാൻ ഈ എലാസ്റ്റിക് ഉള്ള സ്കേർട്ടൊക്കെ ഇടയ്ക്ക് 1 സൈസ് അപ്പ് പർച്ചേസ് ചെയ്യാറുണ്ട്. ഇത് ഞാൻ ലാർജ് ആട്ടോ പർച്ചേസ് ചെയ്ത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫിറ്റാണ്. പിന്നെ ഈ ഒരു സൈഡിലാണെങ്കിൽ പോക്കറ്റ് ഉണ്ട്. ഇതിന് ലൈനിങ് വരുന്നുണ്ട്. നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ. അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്തത് 1299 റുപ്പീസിനാണ്. അപ്പോൾ ഞാൻ എല്ലാ സൈഡിലും സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് വരുന്നത് 5.6 ഫീറ്റ് ആണ്. അപ്പോൾ ലെങ്ത്തിൻ്റെ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. പിന്നെ ഇന്നിട്ടിരിക്കുന്ന ഈ ഒരു കുർത്ത ആമസോൺ നാട്ടോ. അതൊരു കുർത്ത സെറ്റാണ്. ഇതിൻ്റെ കൂടെ ദുപ്പട്ടയുണ്ട് കേട്ടോ. കുർത്ത പാൻറ് ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. പിന്നെ ഇന്ന് യൂസ് ചെയ്തിരിക്കുന്ന ലിപ്സ്റ്റിക് ഫേബ്യൂട്ടിയുടെ നട്ട് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അടുത്ത ആകൃതി പൈ പാന്തലൂൺസിൻ്റെ ഈ ഒരു ടോപ്പാണ്. ഇതിനാണെങ്കിൽ സ്ലീവിൽ ഫ്ലവേഴ്സിൻ്റെ എംബ്രോയ്ഡറി ഉണ്ട്. സ്ലീവ്സിൻ്റെ അറ്റത്ത് എലാസ്റ്റിക് ഉണ്ട്. ഞാൻ മേടിച്ചതിൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം കേട്ടോ. എനിക്ക് കറക്റ്റാണ്. പിന്നെ ഈ ഒരു എലാസ്റ്റിക് ഒക്കെ ആണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആട്ടോ. ഭയങ്കര ടൈറ്റ് ഒന്നുമല്ല. പിന്നെ ഇവിടെ ആണെങ്കിൽ ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഇങ്ങനെ ത്രെഡ് വർക്ക് ഉണ്ട് ആൻഡ് ലേസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനാണെങ്കിൽ ലൈനിങ് വരുന്നില്ല കേട്ടോ. കുറച്ചൊരു തിന്നായിട്ടുള്ള മെറ്റീരിയലാണ്. ഇവിടെ ഇങ്ങനെ കട്ടൗട്ട് വർക്കുള്ള ലേസ് ഉണ്ട്. അപ്പം ഉള്ളിൽ ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് ഉള്ളിലേക്ക് സീ ത്രൂ ആട്ടോ. അവിടെ ഞാൻ ക്ലോസപ്പിൽ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്കിൽ ഇവിടെ പ്ലെയിൻ ആട്ടോ. പിന്നെ ഇവിടെ ആണെങ്കിൽ ഹൂപ്പ് ആൻഡ് ബട്ടൺസ് ഉണ്ട്. നല്ല കംഫർട്ടബിൾ ആണ് ഇത് വെയർ ചെയ്യാൻ. ഇതിൻ്റെ കൂടെ ന്യൂഡ് കളർ ഇന്നർ വെയർസ് ആട്ടോ സ്യൂട്ട് ആവുന്നത്. അപ്പോൾ ഞാൻ മേടിച്ചതിൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്. എനിക്ക് കറക്റ്റാണ്. ഞാൻ അത് പർച്ചേസ് ചെയ്ത് 369 റുപ്പീസിനാണ്. അടുത്തത് മാക്സിൻ്റെ ഈ ഒരു സ്ലീവ്ലെസ് ടോപ്പാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ടോപ്പാട്ടോ. ഇവിടെ ആണെങ്കിൽ ഓപ്പണബിൾ ആയിട്ടുള്ള ബട്ടൺസ് ഉണ്ട്. പിന്നെ നെക്കിലാണെങ്കിൽ ലേസ് വെച്ചിട്ടുണ്ട്. ബാക്കിലും ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ലേസ്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഞാൻ അത് പർച്ചേസ് ചെയ്ത 1 സൈസ് അപ്പാണ്. എനിക്ക് നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള ഫിറ്റാട്ടോ. പിന്നെ ബാക്കിലാണെങ്കിൽ ഇവിടെ ചെറുതായിട്ട് പ്ലീറ്റ്സ് ഉണ്ട്. ഇതാണെങ്കിൽ കുറച്ച് തിന്നായിട്ടുള്ള മെറ്റീരിയലാണ്. ലൈനിങ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഇതിന് ഉള്ളിൽ ന്യൂഡ് കളർ ഇന്നർവേഴ്സ് ആട്ടോ സ്യൂട്ട് ആവുന്നത്. ഇപ്പോൾ നല്ല കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. ഞാൻ അത് പർച്ചേസ് ചെയ്തത് 679 റുപ്പീസിനാണ്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ആകൃതിയുടെ ഈ ഒരു ടോപ്പില്ലേ, ഇതും കോട്ടൺ മെറ്റീരിയലാട്ടോ വരുന്നത്. അടുത്ത 2 കുർത്ത സെറ്റുകളാണ്. ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഈ ഒരു കുർത്ത സെറ്റാണ്. ഇങ്ങനെ യെല്ലോ ഷെയ്ഡിലാണ് ഈ ഒരു കുർത്ത സെറ്റ് വരുന്നത്. ഈ ഒരു മോഡൽ കുർത്ത സെറ്റ് ഞാൻ മുന്നേ എൻ്റെ ഹോൾ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ഇൻഡോറേൻ്റെ കുർത്ത സെറ്റാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ എംബ്രോയ്ഡറി വരുന്നുണ്ട്. ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് പ്ലീറ്റ്സ് ഫ്രണ്ടിലും ബാക്കിലും. 3/4 സ്ലീവാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാട്ടോ. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. പിന്നെ ഇത് പെട്ടെന്ന് ചുളിയുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. ആൻഡ് സ്ലീവ്സ് ഒഴിച്ച് ഇത്രയും ഭാഗത്ത് ലൈനിങ് വരുന്നുണ്ട്. എന്നാലും ലൈനിങ് ഉണ്ടെങ്കിൽ ഇത് കുറച്ചൊരു തിന്നായിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ചെറുതായിട്ട് സീ ത്രൂ ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇന്നർ വെയർ ഇടണം. ന്യൂഡ് കളർ ഇന്നർ വെയർ ഇതിന് നന്നായി സ്യൂട്ട് ആവും കേട്ടോ. പിന്നെ സ്ലീവിൻ്റെ അറ്റത്ത് ലേസ് വെച്ചിട്ടുണ്ട്. ഏറ്റവും അടിയിലും ലേസ് ഉണ്ട്. നല്ല കംഫർട്ടബിൾ ആട്ടോ ഈ ഒരു കുർത്ത സെറ്റ് വെയർ ചെയ്യാൻ. ഞാൻ മേടിച്ചത് മീഡിയം സൈസാണ്. എനിക്ക് കറക്റ്റാണ്. ഇതാണ് പാൻസ്. ബാക്കിലാണ് എലാസ്റ്റിക്. ആൻഡ് ഇതാട്ടോ ദുപ്പട്ട. ദുപ്പട്ടയിലാണെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ എംബ്രോയ്ഡറി ഉണ്ട്. പിന്നെ 4 സൈഡിലും ലേസ് വെച്ചിട്ടുണ്ട്. സൂപ്പർ കംഫർട്ടബിൾ ആട്ടോ ഈ ഒരു കുർത്ത സെറ്റ് വെയർ ചെയ്യാൻ. അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്തത് 1499 റുപ്പീസിനാണ്. അടുത്തത് ഇൻഡോറേൻ്റെ ഈ ഒരു കുർത്ത സെറ്റാണ്. കുർത്ത പ്ലസ് പാൻറ്റിൻ്റെ സെറ്റാട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻറ്റിലാണ് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷൻ ആട്ടോ. 3/4 സ്ലീവാണ്.
പിന്നെ ഇവിടെ ആണെങ്കിൽ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം അപ്പോൾ മനസ്സിലാവും. ആൻഡ് ഷോ ബട്ടൺസും ഉണ്ട്. പിന്നെ 2 സൈഡിലും പോക്കറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ഇവിടം തൊട്ട് ചെറിയ ഓപ്പണിങ് സ്ലിറ്റ് ഉണ്ട്. പിന്നെ സ്ലീവ്സ് ഒഴിച്ച് ഇത്രയും ഭാഗത്ത് ലൈനിങ്ങും വരുന്നുണ്ട്. നല്ല കംഫർട്ടബിൾ ആട്ടോ ഇത് വെയർ ചെയ്യാൻ. ഞാൻ മേടിച്ച മീഡിയം സൈസാണ്, എനിക്ക് കറക്റ്റാണ്. ആൻഡ് ഇതാണ് പാൻസ്. ബാക്കിലാണ് എലാസ്റ്റിക്. സ്ട്രെയിറ്റ് പാൻസ് ആണ്. ഈ ഒരു കുർത്ത സെറ്റ് ഞാൻ പർച്ചേസ് ചെയ്ത് 1399 റുപ്പീസിനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.